സത്യഭാമ പറയുകയാണ്, എനിക്ക് കുഴപ്പമുണ്ട്. ഇനി ഈ വിഷയം രണ്ടാളും സംസാരിക്കണമെന്നില്ല. രണ്ടുപേർക്കും പോകാം. അത് കൊള്ളാമല്ലോ. ഞങ്ങളൊരു ബിസിനസ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര ഏനക്കേട്? വെറുതെ നല്ല പിള്ള ചമയല്ലേ സത്യഭാമേ. നിങ്ങൾ നാട്ടുകാർക്ക് പണം കടം കൊടുത്ത് വട്ടിപ്പലിശ പിരിക്കുന്നത് കൊള്ളാവുന്ന ഇടപാടാണോ? സർക്കാർ നിരോധിച്ചിട്ട് പോലും ബിസിനസ് നിർഭാഗ്യം നടക്കുന്നുണ്ടല്ലോ. ആന്റപ്പൻ പറയുകയാണ്, അതെ, ഞങ്ങളും നിങ്ങളും ഒരേ തൂവൽ സ്പർശ പക്ഷികളാണ് സത്യഭാമേ. അതുകൊണ്ട് പെട്ടെന്നൊരു പ്രഭാതത്തിൽ കയറി നല്ല പിള്ളയാകുന്നത് ബോറാണ്. പിന്നെ ഞങ്ങളെ എപ്പോഴും ശരിക്കും നിങ്ങൾക്ക് നല്ലതായി അറിയില്ല എന്ന് തോന്നുന്നു. ഒരു കാലം മുന്നോട്ട് വെച്ചാൽ പിന്നെ പിന്നോട്ട് വെച്ചുള്ള ശീലമുള്ളവരല്ല നമ്മൾ. വന്ന വഴിയെ പോകാൻ തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇതിലൊരു ഒപ്പ് വാങ്ങിച്ചിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകൂന്ന് പറഞ്ഞ് കയ്യിലിരുന്ന പേപ്പർ കാട്ടുകയാണ് ആന്റപ്പനും കൂട്ടരും. എന്താ ഇതെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ആന്റപ്പൻ പറയുകയാണ്, നിങ്ങളുടെ ഭൂമിയിൽ ഡിസ്റ്റിലറി പണിയാനുള്ള അനുവാദം. സാധാരണ ഞങ്ങളൊന്ന് നിശ്ചയിച്ചാൽ പിന്നെ ആരുടെയും അനുവാദം ചോദിക്കാറില്ല. നേരെ അധികാരം അങ്ങ് പ്രയോഗിച്ചാണ് ഞങ്ങൾക്ക് ശീലം. ഇവിടെയും വെറുതെ ഞങ്ങളുടെ കൈമെനക്കെടുത്തിക്കരുത്. മര്യാദയ്ക്ക് അങ്ങ് ഒപ്പിട്ടേക്കെന്ന് ഭീഷണിയുടെ സ്വരത്തിൽ പറയുകയാണ് ആന്റപ്പൻ. ബാക്കി കാര്യങ്ങളൊന്നും ചികഞ്ഞ് വിഷമിക്കേണ്ട. ലാഭത്തിൽ ചെറിയൊരു പങ്ക് ഞങ്ങൾ ഇങ്ങോട്ട് കൊടുത്തയക്കും. അതിനുശേഷം അവർ പേന മേശപ്പുറത്തേക്ക് വയ്ക്കുകയാണ്. പുറത്തു നിൽക്കുന്ന ആന്റപ്പന്റെ ഗുണ്ടകളിൽ ഒരാൾ ചോദിക്കുകയാണ്, എന്താ ഇത്ര വലിയ താമസം? മുതലാളിമാരുടെ കരാർ അവർ ഇനിയും ഒപ്പിട്ട് കഴിഞ്ഞില്ലേ? ബ്ലേഡ് സത്യഭാമയല്ല, അവരുടെ അമ്മമ്മ വന്ന് ഒപ്പിടും, നോക്കിക്കോ. നമ്മുടെ ആന്റണി ചേട്ടനും കൂട്ടാളികളും കൂടി ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ ഇതുവരെ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാതെ ഇരുന്നിട്ടുണ്ടോ? പേന ഒപ്പിടാനായി എടുക്കാൻ തുനിഞ്ഞ സത്യഭാമ പിന്നീട് ഫോൺ എടുക്കുകയാണ്. അന്നേരം അവിടേക്ക് വിഷ്ണു എത്തുകയാണ്. അന്നേരം ആന്റപ്പന്റെ ഗുണ്ടകളെല്ലാം വിഷ്ണുവിനെ വളയുകയാണ്. ഒരാൾ ചോദിക്കുകയാണ്, എങ്ങോട്ടാണ്? വിഷ്ണു പറയുകയാണ്, ഇവിടെ എനിക്കൊരു വീടുണ്ടായിരുന്നു, അത് മാറ്റിയോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. ഇച്ചിരി സൈഡ് തരണേന്നും പറഞ്ഞ് വിഷ്ണു മുന്നോട്ട് നടക്കുമ്പോൾ ഗുണ്ടകളിൽ ഒരാൾ കാൽ തട്ടി വിഷ്ണുവിനെ വീഴ്ത്തുകയാണ്. വീണ വിഷ്ണുവിനെ നോക്കി ചിരിക്കുകയാണ് ബാക്കി എല്ലാവരും. അന്നേരം സത്യഭാമയോട് ആന്റപ്പൻ ചോദിക്കുകയാണ്, മുകളിലുള്ള ഏത് ഏമാന്മാരെയാണ് വിളിക്കുന്നത്? കിട്ടുന്നില്ലെങ്കിൽ ആരെയാണ് വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചു തരാം. പോലീസിലെയോ പൊളിറ്റിക്സിലെയോ ആരെയാണെന്ന് പറഞ്ഞാൽ മതി. സത്യഭാമ പറയുകയാണ്, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളവർ അല്ല. ഇനിയൊക്കെ ഇനി കാണാൻ പോകുന്ന വലിയ ഏമാനാണ് ഇപ്പോൾ എത്തും. പോലീസും പൊളിറ്റിക്സും പവറും ഒക്കെ ചേർന്ന ഗുണ്ട പോലീസ്. നേരം കാണിക്കുന്നത് വിഷ്ണുവും ആന്റപ്പന്റെ കൂട്ടാളികളും ചേർന്നുള്ള ഒരു സംഘടനമാണ്. സത്യഭാമ പറയുകയാണ്, ഈ നാടിന്റെ കാവലിനും കരുതലിനുമായി യൂണിഫോമോ ശമ്പളമോ ഇല്ലാതെ രാപ്പകൽ ഉറക്കമിളയ്ക്കുന്ന എന്റെ ഉണ്ണി, എന്റെ വിഷ്ണു എന്ന് സത്യഭാമ സന്തോഷത്തോട് പറയുമ്പോൾ അവിടേക്ക് എത്തുകയാണ് വിഷ്ണു. വിഷ്ണു ചോദിക്കുകയാണ്, അമ്മ എന്തിനാണ് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? പോയിട്ട് കുറെ നേരമായില്ലേ, ചുമ്മാ ഒന്ന് വിളിച്ചതാണ്. മൊത്തം അലച്ചിലായിരുന്നില്ലേ അമ്മ? മാർക്കറ്റില്, റോഡില്, തട്ടുകടയില് എന്താ ചെയ്യുക? എന്റെ കുഞ്ഞിങ്ങനെ വിശ്രമമില്ലാതെ ജോലി ചെയ്താൽ എങ്ങനെയാ? കണ്ടോ, ഇപ്പൊ തന്നെ വെയില് കൊണ്ട് ആകെ കറുത്ത് കരിവാളിച്ചു. ആണോ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. നേരം ആന്റപ്പൻ പറയുകയാണ്, ദേ, നിങ്ങളിങ്ങനെ അമ്മയും കുഞ്ഞും കളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആദ്യമേ ഡീൽ തീർക്ക്, അത് കഴിഞ്ഞു മതി സംസാരം. വിഷ്ണു ചോദിക്കുകയാണ്, ആരാ അമ്മ ഇവര്? നമ്മുടെ നാട്ടിൽ മദ്യ ഫാക്ടറി തുറക്കാൻ വേണ്ടി വന്നവരാണ് ഇവർ. കുടിവെള്ളമല്ല, കുപ്പിവെള്ളമാണ് ജീവന് ആശ്വാസമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവര്. അതെ, നമ്മുടെ ഭൂമി ഇവർക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള നിർബന്ധത്തിലാണ്. അത് കേട്ട് രമണൻ പിള്ളയും സെർവന്റും ഒക്കെ ചിരിക്കുകയാണ്. വിഷ്ണു ചോദിക്കുകയാണ്, അതെയോ? അല്ല അമ്മ, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവരുടെ ഡീൽ അങ്ങ് ക്ലോസ് ചെയ്തേക്ക്. പിന്നെ ഇവര് ഞാൻ ഒപ്പിടാൻ വേണ്ടി കൊണ്ടുവന്ന മുദ്രപത്രമാണിത്, ദേ കിടക്കുന്നു. ചെയ്യാ അമ്മ എന്ന് പറയുകയാണ് വിഷ്ണു. എന്നതിന് ശേഷം സത്യഭാമ പറയുകയാണ്, പിന്നെ അധിക സമയം എടുക്കേണ്ട. ഇല്ലമ്മ, അമ്മ മുകളിലെ ബെഡ്റൂമിൽ ചെന്ന് യേശുദാസിന്റെ ഒരു പാട്ടങ്ങള് കേട്ടിരിക്കുക. അപ്പോഴേക്കും ഞാൻ അങ്ങ് എത്തിയേക്കാം. ശരി കണ്ണ, നടക്കട്ടെ എന്നും പറഞ്ഞ് സത്യഭാമ പോവുകയാണ് അവിടെ നിന്നും. എന്ന ശേഷം ആന്റപ്പനോട് ചോദിക്കുന്നു, ആന്റപ്പ, താൻ എന്തോ പറഞ്ഞിരുന്നുവല്ലോ, ബ്ലേഡുകാരി സത്യഭാമയും കള്ള് ആന്റപ്പനും ഒരേ തൂവൽ പക്ഷികളാണെന്ന്. എന്നാൽ അവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്. നമ്മുടെ തൂവലുകൾ ഒന്നല്ല ആന്റപ്പ. പലിശയ്ക്ക് പണം കൊടുത്തിട്ടാണെങ്കിലും ഈ സത്യഭാമ സമ്പാദിക്കുന്നത് ഈ നാടിന്റെ ജീവജലത്തെയും മണ്ണിനെയും സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. വ്യാജമദ്യം കൊടുത്ത് അവരെ കുടിപ്പിച്ചുറക്കാൻ വേണ്ടിയിട്ടല്ല. വാങ്ങുന്ന പലിശ പകുതി ആശുപത്രിക്കും റേഷൻ കടയ്ക്കുമായി അവർക്ക് തന്നെയാണ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ ആരും ഒറ്റിക്കൊടുക്കാത്തത്. പിന്നെ താൻ പറഞ്ഞില്ലേ വന്ന വഴിക്ക് തിരിച്ചു പോകുമെന്ന്? അതും എന്റെ ഒപ്പ് വാങ്ങിച്ചിട്ട്? ഇവൻ എന്റെ മോനാണ്. ഇവന്റെ കയ്യിൽ നിന്ന് ഒപ്പ് വാങ്ങിച്ചാലും ഭൂമി നിങ്ങൾക്ക് കിട്ടും. ഇതോടെ നമ്മൾ തമ്മിലുള്ള ഡീല് ക്ലോസ്. കണ്ണാന്ന് വിളിക്കുമ്പോൾ വിഷ്ണു ഓ എന്ന് പറയുകയാണ്. എന്നാൽ ഓക്കെ എന്നും പറഞ്ഞ് സത്യഭാമ പോകുന്നു. അതിനുശേഷം അവർ കൊണ്ടുവന്ന പേപ്പർ വായിച്ചു നോക്കുകയാണ് വിഷ്ണു. അപ്പോൾ മദ്യ ഫാക്ടറിയാണ് പ്രശ്നം അല്ലേ? ആന്റപ്പൻ പറയുകയാണ്, അത് പ്രശ്നമാക്കേണ്ട, മോനതങ്ങ് ഒപ്പിട്ടേക്ക്. അതിനുശേഷം ആ പത്രം കീറിക്കളയുകയാണ് വിഷ്ണു. ദേഷ്യപ്പെട്ട ആന്റപ്പൻ പറയുകയാണ്, പപ്പന്നെ, നിങ്ങൾ ആരാണെന്ന് അറിയാമോടാ നിനക്ക്? അയാളെ ആഞ്ഞു ചവിട്ടുകയാണ് അന്നേരം വിഷ്ണു. നീ ആരൊക്കെ ആരായാലും എനിക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കീറിയ പേപ്പർ എടുത്ത് കാണിക്കുകയാണ് വിഷ്ണു. കടലാസ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ മുഖത്തേക്ക് ആ പേപ്പർ കഷ്ണങ്ങൾ എറിയുകയാണ് വിഷ്ണു.
ദേ, ഇനി നിങ്ങൾ എന്റെ അമ്മയോട് കൂടുതൽ സംസാരിക്കാൻ നിന്നാൽ നിങ്ങളുടെ വൃത്തികെട്ട മോന്ത നാളെ കൂടുതൽ കടലാസുകളിൽ അച്ചടിച്ചു വരും, എല്ലാ പത്രങ്ങളിലും. എവിടാന്നറിയണ്ടേ? ചരമകോളത്തിൽ. എടാ, ഞങ്ങൾ പുറത്തുള്ള പിള്ളേരെ വിളിച്ചാലുള്ള അവസ്ഥ നിനക്കറിയാമോടാ? ഇവൻ എങ്ങനെ അറിയാനാണ്? പുറത്തു നിൽക്കുന്നത് മട്ടാഞ്ചേരി മാർട്ടിനാണ്, ചെങ്കൽച്ചൂള ബാബു, വിയറ്റ്നാം കോളേജ് ഖാദർ തുടങ്ങിയ നോട്ടോറിയസ് ക്രിമിനൽസ് ആണ്. വിളിക്കട്ടെടാ അവരെ, നിന്നെ തീർക്കാൻ എന്ന് ചോദിക്കുകയാണ് ആന്റപ്പൻ. വിഷ്ണു കളിയാക്കി പറയുകയാണ്, വിളിക്കടോ. എടോ വിളിക്കടോ, നമുക്ക് നോക്കാം മാച്ചാകുമോന്ന്, അല്ലെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം. ഇത്രയും പറഞ്ഞ് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആന്റപ്പന്റെ കൂടെ നിന്ന ഗുണ്ട വിഷ്ണുവിന്റെ തോളിൽ പിടിക്കുകയാണ്. അവനെ അടിച്ചിടുകയാണ് വിഷ്ണു. അന്നേരം ആന്റപ്പൻ പുറത്തേക്ക് ഓടി മാർട്ടിനെ ഷിബു എന്നൊക്കെ വിളിക്കുമ്പോൾ അടികൊണ്ട് നിരന്ന് കിടക്കുന്ന ഗുണ്ടകളെയാണ് ആന്റപ്പൻ കാണുന്നത്. അവരെ കണ്ടപ്പോൾ ശവങ്ങൾ എന്ന് പറഞ്ഞ് വീണ്ടും അകത്തേക്ക് വരികയാണ് ആന്റപ്പൻ. ആന്റപ്പൻ വന്ന് മറ്റേയാളോട് പറയുകയാണ്, എല്ലാത്തിനെയും തീർത്തിട്ടേക്കുവാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? വിഷ്ണു ചോദിക്കുകയാണ്, എന്താടോ, ഡീല് മൊത്തമായിട്ട് സെറ്റിൽ ചെയ്യണോ അതോ ഇപ്പൊ പകുതി മതിയോ നിങ്ങൾക്കൊക്കെ? എടോ, നിങ്ങൾക്ക് വേണ്ടത് ഒപ്പല്ലേ, ഒരെണ്ണം അങ്ങ് തന്നേക്കട്ടെ എന്നും പറഞ്ഞ് കൈ ചുരുട്ടി അടിക്കാൻ പോവുകയാണ് വിഷ്ണു. എന്റെ തിരുനെറ്റിയിലേക്ക് അപ്പോൾ തന്നെ പാസ്പോർട്ട് അടിച്ചു കിട്ടും, ലറിയിലേക്കല്ല മോർച്ചറിയിലേക്ക്. വിരൽ ഞൊടിച്ച ശേഷം വിഷ്ണു പറയുകയാണ്, ദേ, അമ്മ പറഞ്ഞത് കേട്ടല്ലോ, ബ്ലേഡിന്റെ മകനല്ലേടോ ഈ ഞാൻ, ബ്ലേഡ് സത്യഭാമയുടെ മകൻ. കഴുത്തിന് നേരെ വിരൽ വെച്ചിട്ട് വിഷ്ണു പറയുകയാണ്, മൂർച്ച കൂടും, മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഡൗ പോവാൻ എന്ന് പറയുമ്പോൾ പേടിച്ചോടുകയാണ് അവർ. പിന്നീട് കാണിക്കുന്നത് മൂളിപ്പാട്ടൊക്കെ പാടി സാരിയൊക്കെ മടക്കി വെക്കുന്ന സത്യഭാമയെയാണ്. അന്നേരം വിഷ്ണു സന്തോഷത്തോടുകൂടി അവിടേക്ക് ചെന്നിട്ട് പറയണ, എന്തെടുക്കുക എന്റെ അമ്മക്കുട്ടി? അന്നേരം എന്ന് പറയുകയാണ് സത്യഭാമ. അതിനുശേഷം കട്ടിൽ കിടന്നുറങ്ങുന്ന വിഷ്ണുവിന്റെ അച്ഛനെ ചൂണ്ടിക്കാണിക്കുകയാണ് സത്യഭാമ. അതിനുശേഷം സത്യഭാമ ചോദിക്കുകയാണ്, കൊതുകുകളൊക്കെ പോയോ മോനെ? രക്തമൂറ്റാൻ വന്നവരല്ലേ, എന്നാലും ഒന്ന് പേടിപ്പിച്ചു വിട്ടെന്നേ ഉള്ളൂ, അത് മതി, ഇനി ഈ വഴി തിരിഞ്ഞു നോക്കരുത്. അല്ല, ഏതായിരുന്നു യേശുദാസിന്റെ പാട്ട് കേട്ടിരുന്നത്? സത്യഭാമ പറയാണ്, ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. ഇതിന്റെ ബാക്കി ഏറ്റുപാടുകയാണ് വിഷ്ണു. സത്യഭാമ ചോദിക്കുകയാണ്, നിനക്കത് ഇഷ്ടമാണോ? പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒപ്പം ഇളയരാജയുടെ മറ്റൊരു പാട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ. ഏത് പാട്ട്? അയ്യേ, അതറിയില്ല. അതിനുശേഷം ആ തമിഴ് പാട്ട് പാടുകയാണ് വിഷ്ണു. എന്റെ കണ്ണ ഇവിടെ വാടാന്നും പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ച് മടിയിൽ കിടത്തുകയാണ് സത്യഭാമ. നേരം സത്യഭാമ ചോദിക്കുകയാണ്, കണ്ണ, നീ വല്ലതും കഴിച്ചതാണോ? ഇല്ലമ്മയെന്നും പറഞ്ഞ് ഭക്ഷണവുമായി വിഷ്ണുവിന്റെ അനിയത്തി അവിടേക്ക് വരികയാണ്. വിഷ്ണു പറയുകയാണ്, വാ മോളെ വാ. അതെ, അമ്മയ്ക്കറിയാമല്ലോ, വരാന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ വരാതെ ഏട്ടൻ ഭക്ഷണം കഴിക്കില്ല എന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഇതിനാണ് ഞാൻ ഈ ഭക്ഷണമായി കൊണ്ടുവന്നത്, ഇങ്ങുതാ മോളെ എന്നും പറഞ്ഞ് ഭക്ഷണം വാങ്ങുകയാണ് സത്യഭാമ. എണീക്കിടാന്നും പറഞ്ഞ് എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ് വിഷ്ണുവിനെ സത്യഭാമ. അതിനുശേഷം അനിയത്തിയും അവിടെ ഇരിക്കുകയാണ്. അതിനുശേഷം വിഷ്ണുവിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് സത്യഭാമ. അനിയത്തിയും വാ തുറക്കുന്നു, അവൾക്കും കൊടുക്കുകയാണ് സത്യഭാമ. വിഷ്ണു പറയാണ്, അതെ മതി മതി, ഇനി അവൾക്ക് കൊടുക്കേണ്ട, എനിക്ക് ഇങ്ങോട്ട് തന്നെ. കൊടുക്കരുതമ്മ, കൊതിച്ചിയാണ്, മെല്ലെ വാ തുറക്കടി, ഈച്ച കയറും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ ഹോട്ടലാണ്. അവിടേക്ക് രാജേശ്വരിയുടെ അനിയൻ കുറച്ച് ആൾക്കാരെ കൊണ്ടുവരികയാണ്. അവർ ആ ഹോട്ടൽ നിൽക്കുന്ന സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി എഴുതുകയാണ്. നേരം കാറിൽ നിന്നിറങ്ങിയ രാജേശ്വരിയുടെ അനിയൻ ആലോചിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. ഗോപാലകൃഷ്ണനും രാജേശ്വരിയുടെ അനിയൻ നിൽക്കുന്നത് സത്യഭാമയുടെ വീട്ടിലാണ്. അവിടെ മുറ്റത്ത് നിൽക്കുന്ന ഗോപാലകൃഷ്ണനോടും അനിയനോടും കണക്കപ്പിള്ളയായ രമണൻപിള്ള വന്ന് പറയുകയാണ്, ദേ, സത്യഭാമയമ്മ വരുന്നുണ്ട്, ഇന്നൊരു നല്ല ദിവസമാണെന്ന് ധരിച്ച് വളരെ സന്തോഷത്തിലാണ്, നിങ്ങളായിട്ടത് മോശമാക്കരുത്. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഞങ്ങൾ പാവങ്ങളല്ലേ, സത്യാമ്മയോട് സഹായം യാചിച്ചു വന്നവരാണ്. അന്നേരം പുറത്തേക്ക് വരികയാണ് സത്യഭാമ. സത്യഭാമ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയുള്ളവരാണെന്നാണ് പറഞ്ഞത്? ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത നാട്ടിൽ തന്നെ ഉള്ളവരാണ് സത്യഭാമയമ്മേ, നമ്മൾ വഴിമുക്കിലും അമ്പലത്തിലും ഒക്കെ വെച്ച് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. സത്യഭാമ പറയാണ്, ഞാൻ അങ്ങനെ ലക്ഷണം കെട്ടവരോളൊന്നും സംസാരിക്കാറില്ല. പിള്ള പറയുകയാണ്, അയ്യോ സത്യാമ്മേ, അങ്ങനെ പറയരുത്, ഗോപാലകൃഷ്ണനും ഭാര്യ രാജേശ്വരിയും ഒക്കെ ഈ നാട്ടിൽ അറിയപ്പെടുന്നവരാണ്, സത്യാമ്മയുടെ മുൻപിൽ അമിത വിനയം കാണിക്കുന്നു എന്നേ ഉള്ളൂ. രാജേശ്വരിയുടെ അനിയൻ പറയുകയാണ്, അയ്യോ, ഇത് അമിത വിനയമൊന്നും അല്ല, സമൂഹത്തിൽ സ്ഥാനമാനങ്ങളൊക്കെയുള്ള സത്യാമ്മയുടെ മുൻപിൽ ഞങ്ങളൊക്കെ വെറും സാധാരണക്കാരല്ലേ, അതുകൊണ്ടെന്ന് പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, മതി, ഇനി വന്ന കാര്യം പറയൂ, എന്താ നിങ്ങളുടെ പ്രശ്നം? ബാലകൃഷ്ണൻ പറയാണ്, അതേ സത്യാമ്മേ, ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള സമ്പാദ്യം എനിക്കുണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിച്ചു. ആ സ്ഥലമാണെങ്കിൽ കുറച്ച് പെണ്ണുങ്ങൾ ചേർന്ന് കയ്യേറിയിരിക്കുകയാണ്. ഭാമ ചോദിക്കുകയാണ്, കയ്യേറാൻ പെണ്ണുങ്ങളോ? രാജേശ്വരിയുടെ അനിയൻ പറയുകയാണ്, പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അവർ വെറും ഗുണ്ടകളാണ്, ഒരമ്മയും 3 മക്കളുമുണ്ട്, ഒരുപാട് പിടിപാടുള്ള മാഫിയ ഗാങ് ആണ്, വലിയ വലിയ പിടിപാടുള്ള അറുപിഴകൾ, അവരൊക്കെ വിചാരിച്ചാൽ പിന്നെ എന്തും സാധിക്കുമല്ലോ, നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അത് പറ്റില്ല, പിന്നെ നിയമം പാലിക്കുന്നവരുമെല്ലാം അവർക്ക് അനുകൂലമല്ലേ? ബാലകൃഷ്ണൻ പറയുകയാണ്, സത്യാമ്മ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഭൂമി കയ്യേറ്റം നടത്തിയവരെ ഒന്നൊഴിപ്പിച്ചു തരണം, ആണ് വീണുള്ള അപേക്ഷയാണെന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് സത്യഭാമയുടെ കാലിൽ പിടിക്കാൻ ഒരുങ്ങുകയാണ് ഗോപാലകൃഷ്ണൻ. സത്യഭാമ പറയുകയാണ്, എന്താ ഇത്?
എന്റെ സഹായം ചോദിച്ചു വരുന്നവരെ ഞാൻ നിരാശരാക്കാറില്ല. എന്നെ വിശ്വസിച്ച് അപേക്ഷിക്കുന്നവർക്ക് എന്നും ഞാനൊരു പരിഗണന നൽകും. പണ്ടേ ഉള്ള ശീലം അതാണ്. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്കൊന്നും നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്യേണ്ടത് മറ്റൊരാളാണ്. അതിനുശേഷം വിഷ്ണു എന്ന് ഉറക്കെ വിളിക്കുകയാണ് സത്യഭാമ. ഇതൊക്കെ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രാജേശ്വരിയുടെ അനിയനെയാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.